നിമ്മി കമ്മോൺ. അമ്പിയാണ് എന്ത് രസാ. അമ്പി അണ്ണാ, ഭയങ്കര ഉരുപ്പടിയാണല്ലോടാ. അണ്ണാ. കഴുത്തി കിടക്കുന്ന നല്ല ഉരുപ്പടിയാന്ന്. ഞാൻ അങ്ങ് അടിച്ച് മാറ്റട്ടാ. അണ്ണാ, ഒരു വൃത്തികേട് കാണിക്കരുത്. ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ്. അയ്യോ എടാ, പിന്നെ നീ അവളെ കെട്ടിയൊന്നുമില്ലല്ലേ? ഇല്ല. ഞാൻ എന്റെ പ്രോപ്പർട്ടിയെ വെളിയെ കെട്ടി വെച്ചേക്കാണ്. ഇട്ട് വെച്ചേക്കണ. ഞാൻ പോയി എടുത്തോണ്ട് വരാം. പോയി എടുത്തോണ്ട് വാ. മോളു, എങ്ങനെയുണ്ട് ഈ റോബിൻ ഹുഡിന്റെ കൊട്ടാരം? അതെ, ഒളിച്ചോടി കേറി വരാൻ പറ്റിയ സ്ഥലം. ഓ, അങ്ങനെ പറയരുത്. കള്ളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു മാറ്റൽ. നമ്മൾ ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഫേസ്ബുക്കിലൂടെ കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ചൂണ്ടയിട്ട് വാട്സപ്പ് വഴി അടിച്ചു മാറ്റുന്നു. ചേട്ടൻ ടെക്നോളജി ഉള്ള ഒരു കള്ളനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേട്ടനെ പ്രേമിച്ചത്. പിന്നെ ഈ പരിപാടി ഇതോടുകൂടി നിർത്തിയേക്കണം. ഇതോടുകൂടി നിർത്തി. ഇനി എന്ന ലൈഫിൽ നിമ്മി മാത്രമേ ഉള്ളൂ. നീ നോക്ക്, ഈ കാണുന്ന ചുവര് മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. അപ്പൊ ഈ സോഫയൊക്കെ പുതിയതാണ്. അതെല്ലാം അടിച്ചു മാറ്റിയതല്ലേ. പിന്നെ ആ പനമ്പായില്ലേ, അതുപോലൊരു ചന്തയിൽ അടിച്ചു മാറ്റിയതാ. ചേട്ടാ, അപ്പൊ ഇതൊക്കെ ആരാ? ചേട്ടന്റെ ബന്ധുക്കളാണ്. ഓ, ഇതെന്റെ മാമൻ, മറ്റത് കൊച്ചായി, ഇത് കുഞ്ഞമ്മേരെ ഇളയ ആങ്ങള. മാമനെ കാണാൻ ചേട്ടനെ പോലെ തന്നെ ഉണ്ട്. ഒന്നുമല്ല, ഇതൊക്കെ അറിയപ്പെടുന്ന വലിയ കള്ളന്മാരാ. അതാണ് ഈ കള്ളനെ കണ്ട. ഇയാളുടെ പേരാണ് റോബിൻ ഹുഡ്. എന്റെ റോൾ മോഡലാണ് റോബിൻ ഹുഡ്. പിന്നെ അണ്ണൻ ഇതിരി പഴഞ്ചന. അണ്ണന്റെ റോൾ മോഡലാണ് അങ്ങേ അറ്റത്ത് കാണുന്നത് കായംകുളം കൊച്ചുണ്ടി. കാര്യം ഞാനും അണ്ണനും രണ്ട് ധ്രുവങ്ങളിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ കിടക്കുന്നത് ഒരൊറ്റ ഒലക്കയില. അപ്പൊ ഇവിടെ കട്ടിലും പായൊന്നുമില്ലേ? അതല്ല, അതിൽ പഴഞ്ചല്ല. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ശരിയാണ്, ഞാൻ ചോദിക്കണോന്ന് വിചാരിച്ചു. ഈ ഒരുമ ഉണ്ടെങ്കിൽ ഒലക്കപ്പുറത്ത് കിടക്കാന്ന് പറയണില്ലേ? ഈ രണ്ടുപേരും കൂടി എങ്ങനെ ഓരോ ഒലക്കെ കിടക്കും? എന്റെ റോബിൻ ഹുഡ് മുത്തപ്പ പൈസ മാത്രമേ ഉള്ളൂ, 5 പൈസ ബുദ്ധിയില്ല. എല്ലാം കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ ചേട്ടാ. വണ്ടിയിൽ വരുമ്പോ അനങ്ങല്ലെന്ന് ഇവിടെ ശരീരം ഇളകി വല്ല അസുഖം പിടിപ്പിച്ചു വെച്ചാ ഞാൻ മരുന്ന് വരുത്തിയെടുത്തില്ല. അനിയാ, അമ്പി, നാളെ കോടീശ്വരൻ. അയ്യോ, അച്ഛൻ. അച്ഛനല്ല, അണ്ണൻ. അണ്ണനാണെങ്കിലും എനിക്ക് എന്റെ അണ്ണ അച്ഛനെ പോലെ. എന്റെ അച്ഛനാണ് ഇവന്മാര് പിടിച്ചോണ്ട് വന്നേക്കുന്നത്. പറഞ്ഞായിരുന്ന അല്ല, അച്ഛനെ കെട്ടഴിച്ചു വിട്. അച്ഛനെ പോലെ തോന്നിയോ? അതങ്ങനെയാ. ഈ പെമ്മക്കളെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോ ഏതെങ്കിലും പ്രായമായ മൂത്ത് നരച്ച അമ്മാവന്മാരെ കാണുമ്പോ അച്ഛനെ പോലെ തോന്നും. സ്വാഭാവികം. അയ്യോ, എന്റെ മോൾ അതേ ശബ്ദം. അതങ്ങനെ തോന്നിയാ? ഈ മോളെ വിട്ടുപിരിച്ച് നിക്കുകയല്ലേ വീട്ടിൽ നിന്ന്. അപ്പൊ ഏതെങ്കിലും പെങ്കൊച്ചുങ്ങളുടെ സൗണ്ട് കേട്ടാ മോളെ സൗണ്ട് പോലെ തോന്നും. അതത്രേ ഉള്ളു.